തെക്കേ അമേരിക്കയുടെ ഹൃദയത്തിൽ കാലത്തിനും സമയത്തിനും അപ്പുറമുള്ള ഒരു ലോകം കൂടി കുടികൊള്ളുന്നുണ്ട്. ആമസോൺ കാട്. ഇന്ത്യയുടെ ഇരട്ടി വലിപ്പമുള്ള ഈ അനന്തമായ കാടിന് ജീവനുണ്ടെന്ന് അവിടുത്തുകാർ വിശ്വസിക്കുന്നു. അത് ശ്വസിക്കുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ആ കാട് സംസാരിക്കാറുണ്ടത്രേ. അത്ര നിഗൂഢവും വിശാലവുമാണ് ആമസോൺ കാടുകൾ. നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാളും വലുത്. മെയ് 1 ഹുയിറ്റോട്ടോ ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു കുടുംബം അവരുടെ 4 കുട്ടികൾക്കും മറ്റ് 2 മുതിർന്നവർക്കും ഒപ്പം സെസ്ന 206 എന്ന ചെറിയ വിമാനത്തിൽ കൊളംബിയയിൽ നിന്നും സാൻ ജോസ് ഡെൽ ഗുവാരിയെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. മയക്കുമരുന്ന്, ഡ്രഗ് കാർട്ടലുകൾ നിറഞ്ഞ കൊളംബിയയിൽ നിന്ന് വിട്ട് സുരക്ഷിതമായ ഒരിടവും പുതിയൊരു ജീവിതവുമായിരുന്നു അവരുടെ ലക്ഷ്യം. 13 വയസ്സുള്ള ലെസ്ലി, 9 വയസ്സുകാരി സൊലോനി, അവരുടെ ഇളയത് 4 വയസ്സുള്ള ഡിയാനോറിയൽ, പിന്നെ ഏറ്റവും ഇളയ വെറും 11 മാസം പ്രായമുള്ള ക്രിസ്റ്റീൻ എന്ന കൊച്ചു കുഞ്ഞും ആ ചെറുവിമാനത്തിലുണ്ടായിരുന്നു. എന്നാൽ അതൊരു ദുരന്തയാത്രയായിരുന്നു. യാത്ര തുടങ്ങി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ ഒറ്റ എഞ്ചിൻ ചെറുവിമാനം തകരാറിലായി. അപ്പോഴേക്കും അവർ വിശാലമായ ആമസോൺ കാടുകളുടെ ഒത്ത നടുവിലായിരുന്നു. അനന്തമായ ആ പച്ചപ്പിനുള്ളിലേക്ക് വിമാനം നിയന്ത്രണം വിട്ട് തകർന്നു വീണു. വനം അതിനെ വിഴുങ്ങി. അത്യന്തം ഭയാനകമായിരുന്നു അപകടം. കുട്ടികളുടെ അമ്മയുൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 3 മുതിർന്നവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പക്ഷേ ആ കുട്ടികൾ ഭാഗ്യവശാൽ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പരിശീലനം സിദ്ധിച്ച സൈനികർ പോലും ഭയക്കുന്ന അതിഭീകരവും വിശാലവുമായ ആമസോൺ കാടിനുള്ളിൽ ആ കുരുന്നുകൾ ഒറ്റയ്ക്ക്. എങ്കിലും വനം ഒരു ശത്രുവല്ലെന്നും മറിച്ച് തങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ആത്മാവാണെന്നുമാണ് അവരുടെ ഗോത്രം ഹുയിറ്റോട്ടോ ജനത വിശ്വസിക്കുന്നത്. കുട്ടികൾ എന്നാൽ ധൈര്യം കൈവിടാതെ മൂത്തവൾ ലെസ്ലി എന്ന 15 വയസ്സുകാരി ചേച്ചി നൽകിയ ധൈര്യത്തിൽ കൈക്കുഞ്ഞുമായി അപകട സ്ഥലത്തു നിന്നും നടന്നു നീങ്ങി. വഴികാട്ടാൻ ഭൂപടങ്ങളില്ല, മറിച്ച് കാടിന്റെ മർമ്മരങ്ങൾ മാത്രം. ഇലകൾക്കിടയിലൂടെ ഒഴുകിയെത്തിയ പല ശബ്ദങ്ങൾ. കാടിനെ നന്നായി അറിയുന്ന ഗോത്ര പാരമ്പര്യം ക്രൂരമൃഗങ്ങളിൽ നിന്ന് അവരെ അകറ്റി. കാട് തന്നെ അവരെ വെള്ളത്തിലേക്കും സുരക്ഷിതമായ ഇടങ്ങളിലേക്കും നയിച്ചു. രാത്രികാലങ്ങളിൽ വനം അവർക്ക് ചില കാഴ്ചകൾ കാട്ടിക്കൊടുത്തു. അവരുടെ അമ്മയുടെ മുഖം, പ്രകാശിക്കുന്ന ഒരു വഴിത്താര, കാവൽക്കാരെ പോലെ കൈകളുള്ള ഒരു ഭീമാകാരനായ മരം. പട്ടിണി കിടക്കാതെ കാട്ടിലെ ഏത് പഴമാണ് കഴിക്കേണ്ടതെന്നും ഏതാണ് വിഷമെന്നും മുത്തശ്ശി പറഞ്ഞുകൊടുത്ത അറിവുകൾ ആ കുട്ടികൾക്ക് തുണയായി. വനത്തിൽ എങ്ങനെയൊക്കെ മറഞ്ഞിരിക്കണമെന്ന മുത്തശ്ശിയുടെ കഥകൾ അവർ പ്രാവർത്തികമാക്കി. ഇവ വെറും സ്വപ്നങ്ങളായിരുന്നോ, അതോ വനം അതിൻ്റെ പുരാതനമായ മാന്ത്രികത വെളിപ്പെടുത്തിയതോ? നീണ്ട 16 ദിവസത്തോളം കൊളംബിയൻ സൈന്യം കുട്ടികൾക്കായി തിരച്ചിൽ നടത്തി. ഹെലികോപ്റ്ററുകൾ ആകാശത്ത് മുഴങ്ങിക്കൊണ്ടിരുന്നു. ഭക്ഷണപ്പൊതികൾ താഴേക്കിട്ടുകൊടുത്തു. പക്ഷെ കാട് കുട്ടികളെ അതിൻ്റെ രഹസ്യങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചു. അടയാളങ്ങൾ മാഞ്ഞുപോയി. നിരന്തരമായ മഴയിൽ കാൽപ്പാടുകൾ ഇല്ലാതായി. ഒരു മുഷ്ടി ചുരുട്ടും പോലെ ആ മഹാവനം സ്വയം പുറമേയുള്ളവർക്ക് അടഞ്ഞു. സൈന്യം പരാജയപ്പെട്ട് പിൻവാങ്ങുന്ന ഘട്ടത്തിലാണ് വനത്തിന്റെ ഹൃദയവും ഭാഷയും അറിയുന്ന വിവിധ ഗോത്രമുപ്പന്മാരടങ്ങുന്ന ഒരു തദ്ദേശീയ സംഘം തിരച്ചിൽ നടത്താൻ സ്വയം മുമ്പോട്ട് വന്നത്. കാടിന്റെ മർമ്മരങ്ങൾ കേട്ടു വളർന്ന മനുഷ്യർ, അതിന്റെ ഭാവങ്ങളും മുന്നറിയിപ്പുകളും ആത്മാക്കളും എന്തെന്ന് തൊട്ടറിഞ്ഞവരായിരുന്നു ആ മനുഷ്യർ.
ദിവസങ്ങളോളം അവർ കുട്ടികളെ തേടി വനത്തിൽ അലഞ്ഞു. കാട് തങ്ങളുടെ ആത്മാക്കളെ ഉള്ളിലേക്ക് ആനയിച്ച് വലിച്ചടിപ്പിക്കുന്ന പോലെ അവർക്ക് അനുഭവപ്പെട്ടു. പെട്ടെന്നുണ്ടാവുന്ന ചില ഉൾപ്രേരണകൾ, ചില തോന്നലുകൾ, എങ്ങോട്ട് തിരിയണമെന്ന് കാട് അവരോട് മന്ത്രിക്കുന്നത് പോലെ. ശൂന്യതയിൽ നിന്ന് വിളിക്കുന്ന ചില ശബ്ദങ്ങൾ. 15 ദിവസങ്ങളോളം കഴിഞ്ഞിരിക്കുന്നു. ഒരു രാത്രി തീയുടെ ചുറ്റും കിടന്നുറങ്ങിയ ഗോത്രമൂപ്പന്മാരിൽ ഒരാൾക്ക് ഒരു വലിയ മരത്തിന് ചുവട്ടിൽ നിൽക്കുന്ന കുട്ടികളെക്കുറിച്ചുള്ള ഒരു സ്വപ്നമുണ്ടായി. വനമായിരുന്നു അവർക്ക് വഴികാട്ടിയത്, യുക്തിയല്ല, മറിച്ച് ഇതേപോലെയുള്ള പല ദർശനങ്ങൾ. കാട് അവരോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. സൈന്യത്തിന് കണ്ടെത്താനാവാത്ത ചില അടയാളങ്ങൾ അവർ കണ്ടെത്തി. അതിവിദഗ്ധരായ ട്രാക്കർമാരായിരുന്നു അവർ. ചെറിയ കാൽപ്പാടുകൾ, താമസിക്കാൻ ഇലകൾ കൊണ്ട് നിർമ്മിച്ച മാടം, ചെറിയ പല്ലുകൾ പതിഞ്ഞ പകുതി തിന്ന പഴങ്ങൾ. ആ അന്വേഷകർക്ക് ഇവ വെറുമൊരു അടയാളമായിരുന്നില്ല, നൽകപ്പെട്ട സന്ദേശങ്ങളായിരുന്നു, കൃത്യമായ ഉദ്ദേശത്തോടെ അവിടെ വെക്കപ്പെട്ടവ. തങ്ങളുടെ കുട്ടികൾ ഈ അവസരത്തിൽ എന്തു ചെയ്യുമെന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. അവർ ആ ലക്ഷണങ്ങളെ പിന്തുടർന്നു. കാട്ടിൽ ചില ദിവസങ്ങളിൽ കൊടും പേമാരികളുണ്ടായി. കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചു. എങ്കിലും ആ കുട്ടികൾ പതറിയില്ല. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാമായിരുന്നു. വന്യമൃഗങ്ങൾ അവരെ ഉപദ്രവിക്കാതെ ചുറ്റും മാറി നിന്നു. വനം അതിൻ്റെ കരങ്ങൾ കൊണ്ട് അവരെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന പോലെയായിരുന്നു അത്. അവസാനം തെരച്ചിൽ സംഘം കാട് നൽകിയ സൂചനകൾ അനുസരിച്ച് അവരെ കണ്ടെത്തി. അവർ അവിടെയുണ്ടായിരുന്നു, മെലിഞ്ഞുണങ്ങി വിറച്ചുകൊണ്ട്, എങ്കിലും ജീവനോടെ. കാട് കാട്ടിക്കൊടുത്ത ആ വലിയ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ ആ കുട്ടികളുണ്ടായിരുന്നു. കാട്, ആമസോൺ കാട് അതിൻ്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. ലോകം മുഴുവൻ ഇതിനെ മഹാത്ഭുതമെന്ന് വിശേഷിപ്പിച്ചു. മാധ്യമങ്ങൾ അവരുടെ ട്രാക്കിംഗ് കഴിവുകളെ പുകഴ്ത്തി. എന്നാൽ ആമസോണിനെ അറിയുന്നവർ പറയുന്ന ഇതാണ്: വനമാണ് അവരെ സംരക്ഷിക്കാമെന്ന് തീരുമാനിച്ചത്. ആമസോൺ അത് ചെയ്തിരിക്കുന്നു. ലക്ഷക്കണക്കിന് അന്വേഷകരെയും പര്യവേഷകരെയും വേട്ടക്കാരെയും വൈദേശിക ശക്തികളെയും എന്നേക്കും ഇല്ലാതാക്കിയ ആമസോൺ. എന്നാൽ ആമസോണിനെ അറിയുന്നവർക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു: കാട് സംസാരിക്കും. മുത്തശ്ശിമാരിലൂടെയും പ്രകൃതിയുടെ അടയാളങ്ങളിലൂടെയും വനം സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇത്തവണ ആമസോൺ കാട് തൻ്റെ സ്വന്തം മക്കളെ രക്ഷിക്കാൻ സ്വയം തീരുമാനിച്ചിരുന്നു.